ചേട്ടാ ചായ. അമ്മോ, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് ദോശ. ഇതാ എടുത്ത് കഴിക്കും. ഇന്ന് ദോശയാ? ഈ തള്ള എന്നും ഇതന്നെ ഉണ്ടാക്കും. ഒരു ദിവസമെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കമ്മ പ്ലീസ്. എന്നും രാവിലെ എണീറ്റ് നിങ്ങൾക്ക് ഓരോന്ന് ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ പറയാൻ കേട്ടോ. വേണേ കല്യാണം കഴിച്ച് കെട്ടിക്കൊണ്ട് വരും, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നേരത്തെ തിന്നാ ഉണ്ടാക്കിക്കോ. ഇനി ഞാൻ ഒന്നും ഉണ്ടാക്കൂല, നോക്കിക്കോ. എൻ്റെ അമ്മ എനിക്ക് കെട്ടണോന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ. അതിന് നിങ്ങൾ രണ്ടാമത്തെ പുത്രം കെട്ടിയാലല്ലേ എനിക്ക് കെട്ടാൻ പറ്റുമോ? എന്നാ ഞാൻ കെട്ടിട്ട് നീ കെട്ടൂല. നീ അല്ലാണ്ട് വാ തുറക്കണ്ട. നിന്റെ സംസാരം കേട്ടാ വിചാരിക്കൂ നീ സിഗ്മയിലിട്ട് നടക്കാന്ന്. പക്ഷേ നീ അപ്പുറത്തെ വീട്ടിൽ കൂക്കിയ വളക്കാൻ നടക്കല്ലേ നീ. അതൊക്കെ എനിക്കറിയാം. അവളൊന്ന് നിന്നെ പ്രപ്പോസ് ചെയ്താ നീ ഇന്ന് എന്നെ കെട്ടാ കരയി ഇവിടെ കിടന്ന്. സത്യോടാ പറയുന്നേ? നിനക്ക് അവളെ ഇഷ്ടാണോ? ഇഷ്ടാണെങ്കിൽ ഒന്ന് വേഗം കെട്ടടാ. സത്യം പറഞ്ഞാ ഞാൻ അവളെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിനക്ക്. പിന്നെ നീ സമ്മതിക്കില്ലെന്ന് വെച്ചിട്ടും കൂടിയാണ്. പിന്നെ ഞാനവളും ഭയങ്കര ബോണ്ടാ. അപ്പൊ ഈ കാര്യം പറഞ്ഞ് ഞാൻ ചെന്നാ അവൾക്കൊരു വെറുപ്പ് കുടുങ്ങിയാലോ വെച്ചിട്ട് ഞാനൊന്നും മിണ്ടാണ്ടിരുന്നതാ. എടാ നീ എങ്ങനെയെങ്കിലും അവളെ വളർക്കട. എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ ആ കൊച്ചിനെ. അപ്പൊ ഉമ്മക്ക് എന്നെ ഇഷ്ടല്ലേ? അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടാന്നല്ലേ പറഞ്ഞേ. ഇവൻ കെട്ടിക്കൊണ്ടു വന്നാ അവൾ ഇവിടെ തന്നെ ആവില്ലേ? എന്റെ മൂത്ത മോൻ കെട്ടിക്കൊടുന്ന് നീ ഇവിടെയായി. അതുപോലെ ഇനിയില്ല രണ്ടെണ്ണം കൂടി കെട്ടിയ അവര് ഞാൻ സ്നേഹിക്കണ്ടേ? അതൊക്കെ ഓക്കെ. പക്ഷെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, വേറെ ആരും സ്നേഹിക്കണ്ട. ഞാൻ പൊപ്പായി. നീ പെണ്ണ്. അതടാ കൂക്കിമോൾ ഇങ്ങോട്ട് വരുന്നു. നീ എങ്ങനെ അവളെ വിളക്കാൻ നോക്കാട്ടോ. അമ്മ ചായ. അമ്മ അവളൊക്കെ വരുന്നു. എന്നാ ഞാൻ പുറത്തോട്ട് പോട്ടെ. നീ എങ്ങോട്ടാ ധൃതി പിടിച്ച് ഓടുന്ന? അത് എനിക്ക് ടൗണ് വരെ പോകാനായിരുന്നു. ബസ് ഇപ്പൊ പോവും. എന്നാ ഞാൻ പോട്ടെ. ഇനി നീ പോയിട്ട് കാര്യമില്ല. ബസ്സൊക്കെ എപ്പോഴേ പോയി. വേണേ ഞാൻ കൊണ്ടാക്കി തരാം. ബസ് പോവേ? അത് വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ച് വെക്കോളാം. ഓട്ടോ പിടിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടെ വരെ പോവാ. നീ എൻ്റെ കൂടെ പോര്. അവർക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. ഇനി ഇയാൾ പൊക്കോ, ഞാൻ വരുമ്പോ ഓട്ടോയിൽ വന്നോളാം. ഏയ് അത് വേണ്ട, നീ സാധനം മേടിച്ച് പോര്. ഞാനിവിടെ വെയിറ്റ് ആക്കാം. അല്ല, നീ എന്താവശ്യത്തിന് വന്നല്ലേ? ആ സാധനം മേടിക്കാൻ പൊക്കോ. എന്താണെങ്കിലും ഇവിടെ വെറുതെ തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നീ നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോരെ. ഓക്കെ, ഞാനിത് ചെയ്യാം. നീ പൊക്കോ. നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കണോ? നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? എന്നാ പോവാ. പോവാ. നിനക്ക് വീട്ടിൽ പോയിട്ട് വല്ല തിരക്കുണ്ടോ? ഏയ് ഇല്ല. എന്താ? നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയാലോ? പോവാ. ബീച്ചിൽ പോയപ്പോ നല്ല രസം ഉണ്ടായിരുന്നല്ലേ? അതെ, സത്യം പറയടോ, തനിക്ക് എന്നെ ഇഷ്ടല്ലേ? അതെങ്ങനെ തനിക്ക് മനസ്സിലായി? അതൊക്കെ എനിക്കൊന്നും മനസ്സിലായതാ. പിന്നെ ടൗണിൽ വരേണ്ട ഒരാവശ്യം നിങ്ങൾക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ കൂടെ വന്നതാന്ന് എനിക്ക് മനസ്സിലായി. അതിനുള്ള ബോധം ഇവരൊക്കെ എനിക്കുണ്ട്. പിന്നെ എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഈ പോകുന്ന വണ്ടി എൻ്റെ വീട്ടിലോട്ട് വിടുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പറ, നിനക്ക് എന്നെ എങ്ങനെ ഇഷ്ടായേ? ഞാനൊരു ഡയറി തരാം. അത് വീട്ടിൽ പോയിരുന്ന് വായിച്ചോ. എൻ്റെ അമ്മ കാണും. നീ ഇപ്പോ നിന്റെ വീട്ടിൽ പോക്കോ. ഡയറി വായിച്ചാ മനസ്സിലാവും എനിക്ക് നിന്നോടുള്ള സ്നേഹം. ഇന്ന് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. ജനലിലൂടെ നോക്കുമ്പോൾ അടുത്ത പറമ്പില് അവൻ നിൽപ്പുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഒന്നിച്ച് തെങ്ങോല മടൽ കൊണ്ട് വണ്ടി ഉണ്ടാക്കി കളിച്ചതും അയൽപക്കത്തെ മാവിൽ നിന്ന് മാങ്ങെറിഞ്ഞു വീഴ്ത്തിയതുമൊക്കെ എപ്പോഴും ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു.
അവൻ എന്നെ നോക്കി ചിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അവനിതൊന്നും അറിയുന്നില്ലല്ലോ. എനിക്കറിയില്ല എപ്പോഴാണ് അവൻ എൻ്റെ വെറുമൊരു കൂട്ടുകാരൻ അല്ലാതായതെന്നും. അവൻ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ അവനിലേക്ക് നീളും. വഴിയിൽ വെച്ച് കാണുമ്പോൾ വെറുതെ ഗൗരവം നടിക്കുമെങ്കിലും ഉള്ളിൽ 1000 പൂത്തിരി കത്തുന്ന അനുഭവമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് എന്തെങ്കിലും ധൈര്യം ഉണ്ടാകുമോ? അവൻ എന്നെക്കുറിച്ച് ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാകുമോ? അതോ എല്ലാം എൻ്റെ വെറും തോന്നൽ മാത്രമാണോ? അവൻ ഇന്ന് മറ്റുള്ളവരോട് ചിരിച്ചു സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ എന്നെ കണ്ടപ്പോൾ പഴയതുപോലെ മിണ്ടിയില്ല. എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ അവൻ അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നതാണോ? ഈ വികാരം ഉള്ളിൽ കൊണ്ട് നടന്ന് എനിക്ക് മടുത്തു. എങ്കിലും അവനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഇന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച രീതി ഒട്ടും ശരിയായില്ല. ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ അവൻ എന്നോട് ദേഷ്യപ്പെട്ടു. എന്നെ അത്രയധികം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കരുതിയ ആളാണ് അവൻ. ഞാൻ അവനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അവൻ ഇനി ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഈ ഡയറിയിൽ ഞാൻ എഴുതി വെച്ച ഓരോ വാക്കും അവനോടുള്ള എൻ്റെ പ്രണയമായിരുന്നു. പക്ഷേ ഇനി ഇത് എൻ്റെ കയ്യിൽ വെക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ അനുഭവിച്ച സങ്കടവും പ്രണയവും അവൻ അറിയട്ടെ. ഇത് നിന്റെ കൈകളിൽ എത്തുമ്പോൾ നമ്മൾ ഇതിനോടകം ഒരുമിച്ചായിരിക്കുമോ എന്ന് എപ്പോഴാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ദിവസം ഈ ഡയറി നിന്റെ കൈകളിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഒരു നാൾ നീ എൻ്റെ മനസ്സ് മുഴുവൻ അറിയണമെന്ന് ഞാൻ അതാഗ്രഹിച്ചു. ഈ നാളുകളിൽ എഴുതിയ ഓരോ വാക്കും ഓരോ കണ്ണീരും ഓരോ പുഞ്ചിരിയും നിന്നെ സ്നേഹിച്ച എൻ്റെ ദിവസങ്ങളുടെ സാക്ഷികളാണ്. ഇനി നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഈ ഡയറി നിനക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ അവൾക്ക് എന്നെ അത്രക്ക് ഇഷ്ടമായിരുന്നു അമ്മ? അവൾക്ക് എന്നെ ഇഷ്ടമമ്മ? സത്യമാണോ നീ പറയുന്നത്? അതെ, അവൾക്ക് എന്നെ ചെറുപ്പം തൊട്ടേ ഇഷ്ടം. എടി, നിങ്ങളങ്ങനെ സെറ്റായല്ലേ? അതെ. നമുക്ക് ഒന്ന് ബീച്ചിൽ പോയാലോ? ഞാൻ റെഡി. Very